കാട്ടുകൊമ്പന്മാർ മേയുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന കൊടുങ്കാട്ടിൽ മീശ മുളയ്ക്കാത്തൊരു 14-കാരൻ പയ്യന് എന്ത് ചെയ്യാനാകും? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയം തന്നത്. ആദ്യ പന്തിൽ സിക്സർ പറത്തി IPL ക്രിക്കറ്റിലെ അരങ്ങേറ്റം. ആദ്യ മത്സരത്തിൽ 20 പന്തിൽ 34 റൺസ്, രണ്ടാമത്തെ മത്സരത്തിൽ 12-ൽ 16, ചരിത്രം കുറിച്ച മൂന്നാം മത്സരത്തിൽ 17 പന്തിൽ അർദ്ധ സെഞ്ചുറി, 35 പന്തിൽ സെഞ്ചുറി, 3 മത്സരത്തിലാകെ 151 റൺസ്. IPL-നേക്കാൾ 3 വയസ്സിന് ഇളപ്പമുള്ള വൈഭവ് സൂര്യവംശി നൽകിയ ഈ ഉത്തരം ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമാണ്. T20-ൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം, IPL-ലെ വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി, ഒരു ഇന്ത്യക്കാരന്റെ അതിവേഗ IPL സെഞ്ചുറി. അങ്ങനെ അസുലഭ നേട്ടങ്ങളുടെ ട്രോഫികൾ നിരത്തിവെച്ചാണ് വൈഭവ് സൂര്യവംശി എന്ന ബീഹാറുകാരനായ 14-കാരൻ ക്രിക്കറ്റിൽ പുതിയൊരു ചരിത്രം രചിച്ചത്. IPL-ൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ വൈഭവിന്റെ ആദ്യ മത്സരം സ്വപ്ന സമാനമായിരുന്നു. ലക്നൗ ബൗളർമാരെ തകർത്തടിച്ചു തുടങ്ങിയ വൈഭവ് ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിച്ചു. 20 പന്തിൽ 34 റൺസ് എടുത്തെങ്കിലും ടീമിന് വിജയിക്കാനായില്ലെന്ന വിഷമത്തിൽ കണ്ണീരോടെയായിരുന്നു അന്ന് മടക്കം. എന്നാൽ നിർണായകമായ മൂന്നാം മത്സരത്തിൽ 35 പന്തിൽ സെഞ്ചുറി നേടി ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ രാജസ്ഥാന് മിന്നും വിജയം സമ്മാനിച്ചാണ് അവൻ ക്രീസ് വിട്ടത്. ടൈറ്റൻസ് ഉയർത്തിയ 210 റൺസ് ലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാന് വേണ്ടി ഓപ്പണറായി ഇറങ്ങിയ വൈഭവ് 11 സിക്സും 7 ഫോറും ഉൾപ്പെടെയാണ് 101 റൺസ് നേടിയത്. നേരിട്ട് രണ്ടാം പന്തിൽ സിക്സർ അടിച്ചുകൊണ്ടായിരുന്നു തുടക്കം. തുടർന്ന് ഓരോ ഓവറിലും ബൗണ്ടറികൾ പറപ്പിച്ചു. 17 പന്തിൽ 50 റൺസിലെത്തിയതോടെ ഈ സീസണിലെ വേഗമേറിയ അർദ്ധ സെഞ്ചുറിയിലുമെത്തി. അവിടെയും തീർന്നില്ല. 34 പന്തിൽ 94 റൺസിൽ നിൽക്കെ റാഷിദ് ഖാനെതിരെ സിക്സർ അടിച്ച് സെഞ്ചുറി തികച്ചതോടെ ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയം കോരിത്തെരിച്ചു. 2023-ൽ നടന്ന അണ്ടർ-19 പരമ്പരയ്ക്കുള്ള ഇന്ത്യ ബി അണ്ടർ-19 ടീമിലേക്ക് വൈഭവ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇന്ത്യ എ സ്ക്വാഡും ബംഗ്ലാദേശ്, ഇംഗ്ലണ്ട് അണ്ടർ-19 ടീമുകളും ഉൾപ്പെടുന്ന ഈ ടൂർണമെന്റ് 2024-ലെ ICC അണ്ടർ-19 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു പരീക്ഷണമായിരുന്നു. അന്ന് കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ വൈഭവിനായില്ല. എന്നാൽ അണ്ടർ-23 സെലക്ഷൻ ക്യാമ്പിൽ ശ്രദ്ധേയമായ പ്രകടനത്തോടെ ബീഹാറിന്റെ രഞ്ജി ട്രോഫി ടീമിൽ ഇടം നേടി വൈഭവ് ഉടൻ തന്നെ തിരിച്ചുവരവ് നടത്തി. 2024 ജനുവരി 5-നാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ വൈഭവ് അരങ്ങേറ്റം കുറിച്ചത്. പട്നയിൽ മുംബൈക്കെതിരെ ഇറങ്ങുമ്പോൾ 12 വയസ്സും 284 ദിവസവുമായിരുന്നു പ്രായം. ഇതോടെ രഞ്ജി ട്രോഫിയിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 4ാമത്തെ താരമായി വൈഭവ് മാറി. യുവരാജിനേക്കാളും സച്ചിനേക്കാളും ചെറുപ്രായത്തിൽ രഞ്ജിയിൽ അരങ്ങേറ്റം കുറിക്കാൻ വൈഭവിനായി. 2024 നവംബറിൽ വിജയ് ഹസാരെ ട്രോഫിയിൽ മധ്യപ്രദേശിനെതിരെ കളിച്ചതോടെ ലിസ്റ്റ് ക്രിക്കറ്റിൽ കളിക്കുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമായി. സെപ്റ്റംബറിൽ അണ്ടർ-19 ടെസ്റ്റ് മാച്ചിൽ ഓസ്ട്രേലിയക്കെതിരെ നടത്തിയ പ്രകടനമാണ് വൈഭവിന്റെ കരിയറിൽ വഴിത്തിരിവായത്. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റിൽ ഇന്ത്യ എ ടീമിന് വേണ്ടി 62 പന്തിൽ നിന്ന് 104 റൺസ് എടുത്താണ് താരം ശ്രദ്ധ പിടിച്ചുപറ്റിയത്. അന്ന് 13 വർഷവും 188 ദിവസവുമായിരുന്നു വൈഭവിന് പ്രായം. യൂത്ത് ക്രിക്കറ്റിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയായിരുന്നു അന്ന് വൈഭവ് നേടിയത്. UAE-ൽ നടക്കുന്ന അണ്ടർ-19 ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിലും വൈഭവ് സ്ഥാനം പിടിച്ചു. കഴിഞ്ഞ വർഷം നടന്ന IPL മെഗാ ലേലത്തിൽ 1.1 കോടി രൂപയ്ക്കാണ് വൈഭവിനെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത്. ഇതോടെ IPL കരാർ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനെന്ന നേട്ടവും താരത്തിന് സ്വന്തമായി. ബീഹാറിലെ സമസ്തിപൂർ ജില്ലയിൽ നിന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റിലേക്കുള്ള വൈഭവിന്റെ യാത്ര തുടങ്ങുന്നത്. 4-ാം വയസ്സിൽ കളി തുടങ്ങി. ക്രിക്കറ്റിനെ അതിയായി സ്നേഹിച്ച പിതാവ് തന്നെയായിരുന്നു ആദ്യ പരിശീലകൻ. പിന്നീട് 9 വയസ്സ് തികഞ്ഞപ്പോൾ സമസ്തിപൂരിലെ ഒരു ക്രിക്കറ്റ് അക്കാദമിയിൽ മകനെ ചേർത്തു. ഇതിനിടെ മോത്തിപൂരിലുള്ള തന്റെ കൃഷിസ്ഥലം അദ്ദേഹം വിറ്റു. കുടുംബത്തിന്റെ ഏക വരുമാനമായിരുന്ന കൃഷിസ്ഥലം വിൽക്കുന്നതിൽ വീട്ടുകാരും നാട്ടുകാരും അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തി. താൻ കണ്ട സ്വപ്നം മകനിലൂടെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ച പിതാവിന് അതൊന്നും പ്രശ്നമായില്ല. എന്തായാലും പിന്നീടുള്ള വൈഭവിന്റെ വളർച്ച പ്രായത്തെ കവച്ചു വെക്കുന്നതായിരുന്നു. 2.5 വർഷം ക്രിക്കറ്റ് അക്കാദമിയിൽ പരിശീലിച്ച ശേഷം വിജയ് മർച്ചന്റ് ട്രോഫി അണ്ടർ-16 ട്രയൽസിലെത്തി വൈഭവ്. എന്നാൽ പ്രായം കാരണം അന്ന് കളിക്കാൻ അവസരം ലഭിച്ചില്ല. പിന്നീട് മുൻ രഞ്ജി താരമായിരുന്ന മനീഷ് ഓജിയുടെ കീഴിൽ പരിശീലനം ആരംഭിച്ചു. ഇന്ന് താൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ മനീഷ് ഓജിയാണെന്നാണ് വൈഭവ് പറയുന്നത്.
സ്വപ്നം കാണാനും അത് നേടിയെടുക്കാനുമൊക്കെ പ്രചോദനം കൂടിയാവുന്നുണ്ട് ഈ 14-കാരൻ. വിട്ടുവീഴ്ചയില്ലാത്ത കഠിനമായ പ്രാക്ടീസ്, ഇഷ്ടപ്പെട്ട പിസിയും മട്ടനും ഒഴിവാക്കി കൃത്യമായ ഡയറ്റ്, വർക്കൗട്ട്, അങ്ങനെ കുട്ടിക്കളിക്ക് വിട പറഞ്ഞ് സ്വപ്നങ്ങൾക്ക് പിറകെ പോയി അത് യാഥാർത്ഥ്യമാക്കുകയാണ് വൈഭവ്. കാണാൻ ഇനിയുമുണ്ട് പൂരം ഒരുപാട് ആ പ്രതിഭയിൽ നിന്ന്.